ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഇൻഹെറിറ്റൻസ് പോസിബിൾ ആണ്. നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ഇൻഹെറിറ്റൻസ്. അതായത് നമുക്കൊരു ബേസ് ക്ലാസ് കാണും, അതിൽ നിന്ന് നമുക്ക് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്ത്. അതേപോലെ തന്നെ നമുക്ക് ഈ ടൈപ്പ് സ്ക്രിപ്റ്റിലും ചെയ്യാം. നമുക്ക് നേരെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റെ പേര് ഞാൻ ഷേപ്പ് എന്ന് കൊടുക്കുന്നു. ഇതിനകത്ത് ഞാൻ രണ്ട് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നു. ഒന്ന് ലെങ്ത്ത്, അത് ഞാൻ ടൈപ്പ് നമ്പർ എന്ന് പറയുന്നു. ഇവിടെ ഇങ്ങനെ ഒരു എറർ വരും. നമുക്കിത് ഡെഫിനിറ്റ് അസൈൻമെൻറ്റ് അസേഷൻ പ്രോപ്പർട്ടി വഴി ഒരു എക്സ്ക്ലമേഷൻ ഇട്ടാൽ മതി, നമുക്കത് മാറിക്കൊള്ളാം ആ എറർ. അതിനുശേഷം ഞാനിവിടെ വിഡ്ത്ത് കൊടുക്കുന്നു, നമ്പർ എന്ന് പറയുന്നു. ഇതിന് ശേഷം ഞാനൊരു പുതിയ ഇതിനെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബേസ് ക്ലാസ് ഷേപ്പ്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ പേര് ഞാൻ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നു. റെക്റ്റാങ്കിൾ ഒരു ഷേപ്പാണ്. സോ ഇവിടെ നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറയുക, എന്നിട്ട് ബേസ് ക്ലാസ്സിൻ്റെ പേര് പറയുക ഷേപ്പ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഒരു കൺസ്ട്രക്ടർ വേണം. അതിന് നമ്മൾ പബ്ലിക് കൺസ്ട്രക്ടർ എന്ന് പറയുക. ഇവിടെ കൺസ്ട്രക്ടർ പറയുമ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്ററാണ് വേണ്ടത്. ഒന്ന് ലെങ്ത്ത്, അത് നമ്പറാണ്. പിന്നെ മറ്റൊന്ന് വിഡ്ത്ത്, അതും നമ്പറാണ്. ഇപ്പോൾ രണ്ട് ടൈപ്പ് നമ്മളിവിടെ പറയുന്നു. ഇനി ഇവിടെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നമ്മൾ ആ സൂപ്പർ എന്നുള്ള ആ ഫംഗ്ഷൻ കോൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ലെങ്ത്തും വിഡ്ത്തും വാല്യൂ വയ്ക്കാം. ഇവിടെ ദിസ് ഡോട്ട് ലെങ്ത്ത് ഈക്വൽസ്, നമ്മൾ പുറത്തുനിന്നുള്ള ലെങ്ത്ത് വയ്ക്കുന്നു. ദിസ് ഡോട്ട് വിഡ്ത്ത് എന്നുള്ളത് പുറത്തുനിന്നുള്ള വിഡ്ത്ത് വയ്ക്കുന്നു. സോ ഇതാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമുക്കിനി ഇവിടെ നമുക്കിത് പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഏരിയ ഫംഗ്ഷനൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ പബ്ലിക് ഏരിയ എന്ന് പറയുന്നു. ഏരിയ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് നമ്പറാണ്. ഇവിടെ നമ്മൾ പറയുന്നു റിട്ടേൺ ദിസ് ഡോട്ട് ലെങ്ത്ത് ഇൻറ്റു ദിസ് ഡോട്ട് വിഡ്ത്ത് എന്ന് പറയുന്നു. സോ നമുക്ക് ഏരിയ നമുക്ക് അങ്ങനെ കിട്ടി. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ലെറ്റ് R1 rect1 എന്ന് കൊടുക്കാം, ഈക്വൽസ് ന്യൂ റെക്റ്റാങ്കിൾ പറയുക. അവിടെ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും കൊടുക്കാം. ഇവിടെ ഞാൻ 10-15 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുന്നു. നമുക്ക് അതിൻ്റെ ഏരിയ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ്, ഇവിടെ rect1 ഡോട്ട് ഏരിയ എന്ന് പറയുക. ഇതൊരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് എടുക്കുക, സേവ് ചെയ്യുക. നമുക്കത് കമ്പൈൽ ചെയ്യാം. TSC ക്ലാസ് ഡോട്ട് TS എന്നാണ്, ക്ലാസ് ഡോട്ട് TS അതിൻ്റെ ഫയൽ കഴിഞ്ഞ് നമുക്കൊന്ന് റൺ ചെയ്യാം. നോഡ് ക്ലാസ് ഡോട്ട് TS. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ഇൻഹെറിറ്റൻസിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.